ഷോക്കാണ് പണിയുന്നത്. പൊളിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഇളക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈം കണ്ടിട്ട് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇളക്കിയെടുത്ത് കാണിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോക്കിൻ്റെ പണിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എഞ്ചിൻ ബഫിംഗ് ഉണ്ട്, ചെയിൻ സ്പ്രോക്കറ്റ് ചേഞ്ച് ഉണ്ട്. അങ്ങനെ കുറച്ച് പണികൾ ഇതിലുണ്ട്. അപ്പോൾ ഇതങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മൾഗാടൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വീലിൻ്റെ നമ്മുടെ 2 ബെയറിങ് മാറ്റി അടിച്ചിട്ടുണ്ട്. ഇളക്കി കഴിഞ്ഞാൽ ആദ്യം 1500 പേപ്പർ വെച്ച് പിടിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. 1500 പേപ്പർ വെച്ച് പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. പിന്നെ 2000 പേപ്പർ വെച്ച് പിടിക്കേണ്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ബഫിങ് കൂടെ ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഷോക്ക് അബ്സറാണ്. ഷോക്ക് അബ്സറിൻ്റെ ഓയിലും മാറണം, ഓയിൽ സീല് മാറണം. പിന്നെ ഷോക്ക് ഇത് ബഫിങ് ചെയ്യണം. നമുക്ക് ബഫിങ് ചെയ്യേണ്ടിയുണ്ട്. ഷോക്ക് അബ്സറിൻ്റെ ഓയിൽ സീല് മാറുന്നത് പ്രയാസമില്ലെങ്കിലും ഷോക്ക് അബ്സറിൻ്റെ ഓയിൽ സീല് മാറുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് ഓരോ പാർട്സും എങ്ങനെ മാറണം, എന്തൊക്കെ രീതിയിൽ ചെയ്യണം, ഇതിൻ്റെ ടൂൾസ് ഏതൊക്കെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മളിതിൽ പറയുന്നതാണ്. നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോക്ക് അബ്സറിൻ്റെ ഓയിൽ മാറണമെങ്കിൽ ഇത് 28 നെറ്റാണ് വരുന്നത്. ചെറിയ 2 ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് 28 സ്പാനർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് റേഞ്ച് എന്തെങ്കിലും ഇട്ട് പിടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യാം. ഇതിൽ ഇളക്കുന്നതിന് മുമ്പ് ഇതിൽ 2 തട്ട് തട്ടാം. അപ്പോൾ കുറച്ചൊന്ന് ലൂസാവും. പിന്നെ മേളിലിങ്ങനെ പൊക്കി വെച്ചിട്ട് തട്ടിയിട്ട് 28 സ്പാനർ ഇട്ട് പിടിച്ചാൽ മതി. അത് ഇങ്ങനെ കറക്കിയെടുക്കാം. ഇതിനകത്ത് സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അത് പിഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ പതുക്കെ എടുക്കാം. അത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു സ്റ്റേ ഉണ്ട്, അത് മാറ്റാം. പിന്നെ ഇതിനകത്ത് സ്പ്രിങ് ഉണ്ട്. ഓയിൽ വലിയ പഴക്കമില്ലാത്ത ഓയിലാണെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് കിലോമീറ്ററായി. എപ്പോഴും നമ്മൾ ഓയിൽ മാറുമ്പോൾ ഓയിൽ സീലും കൂടെ 2 പ്രാവശ്യം ഓയിൽ മാറുമ്പോൾ ഓയിൽ സീലും കൂടെ ഒരു 10,000-8,000 കിലോമീറ്ററിൽ ഓയിൽ മാറണം. ഓയിൽ മാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓയിൽ സീലും കൂടെ മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ മാത്രം മാറിയിട്ട് ഓയിൽ സീല് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നേ നമ്മൾ ഓയിൽ മാറേണ്ടി വരും. ഇങ്ങനെ നമുക്ക് ഓയിൽ ട്രെയിൻ ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. എന്നിട്ട് കുറച്ച് സമയം ഇത് ഓയിൽ കംപ്ലീറ്റ് പോകുന്നവരെ ഇതിനെ ഇങ്ങനെ ചെയ്യാം. ഇതുപോലുള്ള ഒരു ടൂൾസാണ് വേണ്ടത്. പിന്നെ ഇതിൽ പഴയ വണ്ടിക്കൊക്കെ നമ്മളിതിപ്പം 13 നെറ്റാണ് വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ വെച്ച് ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനകത്ത് ഇറക്കണം. ഷോക്ക് അബ്സറിൻ്റെ അകത്തിറക്കി ഇതിങ്ങനെ ഇട്ട് ലോക്ക് ചെയ്യും. ഇത് കണ്ടല്ലോ, ചിലതൊക്കെ ഇങ്ങനെ കൂർമ്പിച്ചാട്ടിയിരിക്കുന്ന പോയിൻ്റ് പോലെ ആയിരിക്കും. പോയിൻ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. ഇത് ചതുരായിരുന്നാലും 1-2 ഉണ്ടാക്കി വയ്ക്കണം. പല മോഡലിനും പല രീതിയിലാണ് ഇത് വരുന്നത്. അതിതിനെ ഇങ്ങനെ ഇറക്കാം. ഇത് 6-ാം നമ്പർ LK ആണ്. ഇത് വെച്ച് നമുക്ക് തുറക്കാം കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കയ്യിലിഞ്ഞ് പോരും കണ്ടല്ലോ. ഇത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതുപോലെ ഇതിൻ്റെ പിസ്റ്റൺ വരും. ഇതിലൊരു പിസ്റ്റനകത്ത് തന്നെ നമ്മൾ ടൂൾസ് ഉണ്ടാക്കിയത് ഇതിനകത്താണ് വരാനുള്ളത്. നമുക്കിതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റണം. ഇവിടെ വയ്ക്കാം. ഉള്ള പിസ്റ്റൺ ഇളക്കി കഴിഞ്ഞാൽ ഇത് വലിച്ചിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഇഞ്ഞ് പോരും കേട്ടോ. ഇതിൻ്റെ
ഓയിൽ സീൽ ഉൾപ്പെടെ ഇളകി വന്നു. ചിലതിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ട് അല്ലെങ്കിൽ ചെറിയ വേറെ ഒരു ഇതുണ്ട് അതിട്ട് പിടിച്ചാലേ ഇത് ഇളകി വരുള്ളൂ. ഇതിപ്പോൾ വാഷറോടുകൂടി ഇതിൻ്റെ ഓയിൽ സീലോടുകൂടി ഇതിങ്ങനെ നമുക്ക് വെളിയിൽ ഇഞ്ഞു പോകുന്നു. ഇതിൻ്റെ പിസ്റ്റലിൽ ഇതിവിടെ വന്നതിന് ശേഷം ഇതിലാണ് ഈ എൽ കി വരുന്നത് കേട്ടോ. എൽ കി നമ്പർ വരുന്നത് ഇതിലാണ്. ഇവിടെ ഒരു വാഷറുണ്ട്. ഇതിനകത്തൊരു വാഷർ ഇതിന് വെളിയിലുണ്ട്, ഇതിനകത്തുണ്ട്. ആ വാഷർ ഇതിനകത്ത് കാണണം. കോപ്പറിൻ്റെ ഒരു വാഷറാണ് അത്, ഇതിനകത്തുണ്ട്. ഈ ഒരു വാഷറും വരും ഇതിനകത്ത്. വാഷർ ഇട്ടിട്ടായിരിക്കണം ഈ എൽ കി നമ്മളിട്ട് ടൈറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഓയിൽ സീൽ ഇതിൽ സെറ്റ് ചെയ്യും. സ്റ്റമ്പിൽ ആദ്യം ഇത് ഈ റിങ് ഇടുക. ഇട്ടതിന് ശേഷം അടുത്ത ഇതൊരു വാഷറാണ്, പ്ലാറ്റ് വാഷർ പോലത്തെ ഇതിടുക. അതിന് ശേഷമാണ് നമുക്ക് ഇത് ഇടാനുള്ളത്, ഓയിൽ സീൽ ഇടാനുള്ളത്. ഓയിൽ സീൽ ഇടുമ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കണം. വേണ്ടേ ഈ ഭാഗം അടിയിൽ വരണം. ഈ വെട്ടുള്ള ഭാഗം അടിയിൽ ഇങ്ങനെയുള്ള കുറച്ച് ഇവിടെ ഇങ്ങനെ ഒരു അക്ഷരങ്ങളുണ്ട്, അത് നേരെ മേളിലുമാണ് വരാനുള്ളത്. അത് ശ്രദ്ധിച്ച് തന്നെ ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചാണ് ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ മറിച്ചാണ് ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഇടുമ്പോഴത്തേക്ക് ഓയിൽ സീൽ ഇങ്ങനെ തന്നെ ഇടണം. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇതിൽ ഈ വെട്ടുണ്ട്, ചെറിയ വെട്ടും ചെറിയ ലെറ്ററായിട്ടുണ്ട്, കാണാൻ പറ്റും. കറക്റ്റായിരുന്നു കഴിഞ്ഞാൽ ഓയിൽ സീൽ, ഞാൻ പുതിയ ഓയിൽ സീൽ എടുക്കുമ്പോൾ കാണാം. ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഓയിൽ സീൽ, എങ്കിലും കാലപ്പഴക്കമായി തണ്ട് ഇവിടെ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓയിൽ ലീക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ മാറുമ്പോൾ ഇതും കൂടെ മാറാൻ പറഞ്ഞത്. ഇതിൽ പമ്പിനകത്തുള്ള സാധനങ്ങളാണ്. ഇത് ട്യൂബിൻ്റെ ബോൾട്ടാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എൽ കി, ഇത് ട്യൂബ്, മെയിൻ ട്യൂബ്. നമുക്കിതിൻ്റെ ഇളക്കുമ്പോഴത്തേക്ക് ഓയിൽ സീല് സെറ്റോടുകൂടി കിട്ടും, കവറോടുകൂടി. അതിൻ്റെ വില 272 രൂപയാണ്. പാർട്ട് നമ്പർ 888044 ആണ് പാർട്ട് നമ്പർ. ഇതിനകത്ത് തുറന്ന് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ വരുമെന്നുള്ളത്. കേട്ടോ, കറക്റ്റായിട്ട് നമുക്കെല്ലാം ഞാൻ കാണിക്കാം. ഇത് വരുന്നത് ഈ 2 കോപ്പറിൻ്റെ വാഷർ വരുന്നത് എൽ കിയുടേതാണ്, 2 എണ്ണത്തിൻ്റെ. ഞാൻ ഒന്നിൻ്റെതാണ് ഇപ്പം കാണിക്കുന്നത്. ഇത് 2 നമ്മുടെ ഈ നെറ്റ് വരുന്നതിൻ്റെ ഓറിനാണ് ഇത് 2 എണ്ണം വരുന്നത്. 2 സ്റ്റമ്പിൻ്റെ ഇതിൽ 2 ഓറിന് വരും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഇതിൻ്റെ പിസ്റ്റണിൽ വരുന്ന ഈ സാധനത്തിൻ്റെയാണ്. ഇതിൽ നമുക്ക് 2 എണ്ണം വരും. ഇത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഇത് 2 സാധനം വരും. പിന്നെ ഇത് 2 ഓയിൽ സീലാണ്. ഓയിൽ സീൽ അതുകൊണ്ടല്ലോ ഇങ്ങനെയാണ് ഇടാനുള്ളത്. ഇതിൽ വരുന്ന ഈ ലെറ്റർ തണ്ട് ഇവിടെ വരുന്നത് ഇങ്ങനെയാണ് ഓയിൽ സീൽ ഇടാവുന്ന 2 ഓയിൽ സീൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് 2 ഡസ്റ്റ് സീല് ഇതിനകത്ത് കേട്ടോ. അത് നമുക്കിതിനെ ഇതിലേക്ക് ഇടാം. ഒന്ന് ഇങ്ങനെ തിരിച്ച് പതുക്കെ എടുത്താൽ മതി. ഇതിനകത്ത് ഇതിങ്ങനെ കറക്കി ഇവിടെ ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഒടിയാത്ത രീതിയിൽ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. ഇത് നേരെ ഇത് വന്നോളൂ കേട്ടോ. ഇതിങ്ങനെ നമുക്കിടാം. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബഫ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷോക്ക് നല്ല ക്ലിയറായിട്ടിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. നമുക്കപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ ബഫ് ചെയ്തിട്ടുണ്ട്. ബഫ് ചെയ്ത് കറക്റ്റായിട്ട് നന്നായിട്ട് ബഫ് ചെയ്തു. ഇനി നമുക്കിതിനെ ഫിറ്റ് ചെയ്യാം. ഇത് 2 എണ്ണം ഉണ്ട്. നമ്മൾ 1 മാത്രമാണ് കാണിക്കുന്നത്. മറ്റേത് നമ്മളിതുപോലെ തന്നെ ചെയ്യും. ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ കാണിക്കും. നമുക്ക് സ്റ്റമ്പ് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വരുന്ന പിസ്റ്റൻ്റെ ഇത് നമുക്ക് ഇവിടെ ഇതിങ്ങനെ കൊടുക്കണം. കൊടുത്തിട്ട് ഇതിനെ ചരിച്ച് പതുക്കെ ഇറക്കി കൊടുക്കാം. അതിനകത്ത് തന്നെ വരണം കേട്ടോ. സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിനെ ഇങ്ങനെ ഇടുക. ഇട്ടതിന് ശേഷം ഇതിന് നേരെ നമുക്ക് അകത്ത് ഇടണം.
കറക്റ്റ് അകത്ത് പോയി സീറ്റിംഗ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടൂളിലിട്ട് ഇതിനെ നേരെ ഇങ്ങനെ പിടിച്ച് നേരെ കമത്തി ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇറുക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ഈ വാഷർ, പുതിയ വാഷറാണ്, വാഷറിട്ട് 5 കണി നമുക്കിതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ റിങ്ങിനെ അങ്ങ് ഇറക്കി കൊടുക്കുക. റിങ് അങ്ങ് അടിയിൽ പോകണം കേട്ടോ, അങ്ങ് താഴെ പോവേണ്ടി വരും. സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കണം ഇതിനെ. ട്യൂബിൽ കൊള്ളാത്ത രീതിയിൽ ഇത് സീറ്റിംഗ് ആക്കണം കേട്ടോ. അതൊക്കെ സീറ്റിംഗ് ആക്കിയതിന് ശേഷം ഇതിടുക. ഇതിങ്ങനെയാണ് ഇടാനുള്ളത്. നേരെ അതിൽ വരും, കറക്റ്റ് അതിൽ വന്നോളും. പിന്നെ സീലിടുക. സീൽ ഇങ്ങനെയാണ് ഇടാനുള്ളത്. സീലിട്ടിട്ട് നമ്മളിതിനെ തട്ടി താഴോട്ട് കൊടുക്കുക. ഇതിനൊരു പുതിയ ടൂൾസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയിട്ട് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ നമുക്കിതേപോലെയുള്ള പഴയ ഇതിട്ട് കൊടുക്കുക. നമ്മളെടുത്ത പഴയ ഇതിനെ ഇട്ടിട്ട് പതുക്കെ തട്ടി ഇതിനെ സീറ്റിംഗ് ആക്കാം. നമ്മൾ ട്യൂബിൽ കൊള്ളാത്ത രീതിയിൽ സീറ്റിംഗ് ആക്കണം കറക്റ്റ്. അടുത്ത് നമ്മൾ സീലിനകത്ത് ഇട്ടിട്ടുണ്ട്. പഴയ സീൽ വെച്ച് അടിച്ച് അകത്താക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ ലോക്കും കൂടെ ഇടണം. ലോക്ക് വേറെ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ഇടേണ്ടതാണ്. ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ലോക്ക് കാണാമല്ലോ, ഇതിനകത്തോട്ട് ഇറക്കിയിട്ട് നമ്മളൊരു ഭാഗം പ്രസ് ചെയ്ത് കൈ കൊണ്ട് ഒരു ഭാഗം പ്രസ് ചെയ്ത് അകത്ത് കയറ്റുക. ക്ലിപ്പ് 2 ഭാഗം കയറ്റിയതിന് ശേഷം ബാക്ക് ഉണ്ടല്ലോ, ഇതിനെ കൈ കൊണ്ട് നമ്മളിതിനെ പ്രസ് ചെയ്താൽ ഇതകത്തങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് പതുക്കെ ഇതിനെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ ഈ ലോക്ക് അകത്ത് പോകും കേട്ടോ. ഇനി നമുക്കിതിൽ ഡസ്റ്റ് സീല് വയ്ക്കണം. അത് കഴിഞ്ഞ് ഓയിൽ ഒഴിക്കണം, സ്പ്രിങ് ഇടണം. ഇത്രയൊക്കെയാണ് അത് കാണിക്കാം. അടുത്ത ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് സീല്. ഇത് മേളിൽ കൂടെ ഇങ്ങനെ ഈ ഭാഗമാണ് അകത്ത് പോകാനുള്ളത് കേട്ടോ. ഈ വെട്ടേണ്ട ഭാഗമാണ് ഇത് മേളിൽ നിൽക്കും. ഇതിനെ നമുക്ക് ഈ പ്ലെയറിൻ്റെ ഒരു സഹായത്തോടു കൂടി പതുക്കെ തട്ടി അകത്ത് വയ്ക്കാം. ഡസ്റ്റ് സീലും അകത്ത് കറക്റ്റായിട്ട് ഇട്ട് സീറ്റിംഗ് ആയി. ഇനി നമുക്കിതിൽ സ്പ്രിങ് ഇടാം. സ്പ്രിങ് ഇട്ടിട്ട് ഓയിൽ ഒഴിക്കാം. അടുത്ത നമ്മൾ സ്പ്രിങ്ങാണ് ഇടുന്നത്. ചെറുത് ഇവിടെ ഒരു ഭാഗം ചെറുതും വലുതും ആയിരിക്കും. ഇത് രണ്ടും കറക്റ്റാണ്. നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഇടാം കേട്ടോ. ഇട്ടതിന് ശേഷം ഒരു സ്റ്റേ ഉണ്ട്. ഇത് എല്ലാം ഇടുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും നമ്മളെ കയ്യിലുള്ള അഴുക്ക് ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കണം. ഈ ഇവിടെ കട്ടുള്ള ഭാഗം അടിയിലാണ് പോകേണ്ടത്. ഇത് മീതെ വരണം. അതിന് എന്നിട്ട് നമുക്കിതിൽ ഓയിൽ ഒഴിക്കാം. ഇത് 200 മില്ലിയാണ്. നമുക്ക് 200 മില്ലി ഒഴിക്കാം. 180 സംതിങ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഒരു ശാലം കുടിയിൽ നിന്നിട്ട് വേറെ വിഷയം വരുന്നില്ല. രണ്ട് സ്റ്റമ്പിലും
200 വെച്ചിട്ട് 400 മില്ലിയാണ് ഒഴിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇത് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് പിന്നെ വെച്ചാലും മതിയായിരുന്നു, എങ്കിൽ തീൻ്റെ എയർ ലേശം ഇതിനകത്തോട്ട് പോകണം. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കുക. ഒരു കുറച്ച് സമയം ഇത് വച്ചിക്കുക. ഇതിനകത്തുള്ള എയർ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്കിതിൽ വയ്ക്കാം. വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എയർ ഇത് പോകും. കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടയ്ക്കാം. ഇതിൻ്റെ ഈ വാഷർ നമുക്ക് വേറെ ഈ സെറ്റ് കൂടെ വരുന്നുണ്ട്. ഈ വാഷർ നമുക്ക് മാറ്റിയിട്ട് പുതിയ വാഷറാണിത്. ഈ വാഷർ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. വാഷർ ഇടുമ്പോൾ ഇതിനകമൊക്കെ ഒന്ന് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒന്ന് തുടച്ചു കൊടുക്കാം. കേട്ടോ, ഈ വാഷർ നമുക്ക് ഇങ്ങനെ ഇടാം. ഇട്ടതിന് ശേഷം ഇതിനെ നേരെ മുകളിലോട്ടാക്കുക. ആക്കിയിട്ട് നമ്മളെ ഈ ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് ഇതിനെ പ്രസ് ചെയ്ത് അടയ്ക്കുക എന്നുള്ളത്. അങ്ങനെ പ്രസ് ചെയ്തിട്ട് അടയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോ കുറച്ച് ലെന്താണ് എങ്കിലും നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. തിരിച്ച് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഷോക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും തിരിച്ച് വരുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഓയിൽ ചേഞ്ചിൻ്റെ വീഡിയോ. ഫിറ്റ് ചെയ്യുന്ന പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇളക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോയിലുണ്ട്. നമ്മളെ ഓയിൽ സീൽ ചേഞ്ചിങ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.